ഫെബ്രുവരി 25-ന് നടന്ന ജർമ്മനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഫലങ്ങളാണ് ലഭിച്ചത്. കൺസർവേറ്റീവ് ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയും അവരുടെ ബവേറിയൻ എതിരാളിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും വിജയിച്ചു. മുഴുവൻ വോട്ടിന്റെ 28.5% നേടിയത്. നമുക്കൊരു പാർട്ടി ആരംഭിക്കാമെന്നാണ് അദ്ദേഹം ഞായറാഴ്ച ബെർലിനിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് തന്റെ അനുയായികളോട് പറഞ്ഞത്. 69-കാരനായ അദ്ദേഹം ജർമ്മൻ സർക്കാരിന്റെ ഭാഗമാകുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. CDU അല്ലെങ്കിൽ CSU തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തീവ്ര വലതുപക്ഷ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി 20.8% വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ലക്ഷ്യമിടുന്ന ഒരു രാജ്യത്ത്, ഫയർവാൾ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഇതാദ്യമായാണ് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കുന്നത്. AfDയെ സർക്കാരിൽ നിന്ന് മാറ്റി നിർത്താൻ CDU അല്ലെങ്കിൽ CSU SPD-യുമായി സഖ്യത്തിൽ ഏർപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജർമ്മനിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചാൻസലർ ഇൻ വെയിറ്റിംഗ് ഫ്രെഡറിക് മെർസ് ലോകത്തിന് ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്. യൂറോപ്പിന്റെ സുരക്ഷ അപകടകരമായ നിലയിലാണെന്നും തങ്ങളുടെ ഭൂഖണ്ഡം സ്വന്തം കാലിൽ നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറയുന്നു. യൂറോപ്പും US-ഉം തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഫ്രെഡറിക്കിന്റെ ധീരമായ പ്രഖ്യാപനം വരുന്നത്. യൂറോപ്പ് US-ഉമായി ശക്തമായ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുവെങ്കിലും ഏറ്റവും മോശമായതിനെ നേരിടാൻ തയ്യാറാണെന്ന് ഫ്രെഡറിക് മെഴ്സ് ഊന്നി പറയുകയാണ്. ആണവ യുദ്ധത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ഭീഷണികളെ പ്രതീകപ്പെടുത്തുന്നവയാണ് മെർസിന്റെ പ്രസ്താവന. ആഗോള സഹകരണത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും അടിയന്തര ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി അവ വർത്തിക്കുന്നു. കൂടുതൽ സ്വതന്ത്രമായ യൂറോപ്പിനായുള്ള മെർസിന്റെ ദർശനം US-നെ നിരസിക്കുകയല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയുടെ വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടൽ നിലപാടിനോടുള്ള പ്രതികരണമായാണ് കാണേണ്ടത്. US പ്രസിഡന്റിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം യൂറോപ്പിനെ ദുർബലരാക്കി. മെർസ് ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നത് യൂറോപ്പ് സ്വയം പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. മെർസിന്റെ പ്രസ്താവനയുടെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകവുമാണ്. ഇത് ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങളിൽ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണോ എന്ന് പലരും ആശ്ചര്യപ്പെടുന്നു. ജർമ്മനിയുടെ തീവ്ര വലതുപക്ഷ AfDയുടെ നേതാവായ ആലിസ് വീണ്ടലിനെ പോലുള്ള ചിലർ ജർമ്മനിയെ നിലവിൽ ഗൗരവമായി കാണുന്നില്ലെന്ന് അവകാശപ്പെടുമ്പോൾ, മറ്റു ചിലർ ജർമ്മനിയുടെ സാമ്പത്തിക ശക്തിയും യുക്രൈനിനുള്ള ഗണ്യമായ സഹായവും ആഗോള നേതൃത്വത്തോടുള്ള അതിന്റെ പ്രതിബദ്ധതയും പ്രകടമാക്കുന്നുവെന്നാണ് വാദിക്കുന്നത്. സമയം അർദ്ധരാത്രിയോടടുക്കുമ്പോൾ യൂറോപ്പും ജർമ്മനിയും അനിശ്ചിതമായ ഒരു വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. വളർന്നുവരുന്ന ഭീഷണികളെ നേരിടാൻ നാറ്റോ ഒന്നിക്കുമോ അതോ രാത്രിയിൽ അവ മങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.